നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന് വലിയൊരു കാരണം കൂടിയുണ്ട്. കാരണം 2 ദിവസം മുമ്പാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ചെട്ടിക്കടവിന്റെ തൊട്ടടുത്തുള്ള ദേവർഗദ്ദ ചീയമ്പത്ത് കഴിഞ്ഞ ദിവസമാണ് ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു ഒരു പോത്ത് ചത്തത്. ഈ ഒരു പോത്ത് ചത്ത ഒരു സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായിക്കൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിക്കൊണ്ടുള്ള ആ സമയത്തുള്ള ഒരു ഇടപെടൽ കൃത്യമായി കാര്യമായി നടന്നില്ല എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ഇരട്ടിയാവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അത്തരത്തിൽ ഒരു കടുവയുടെ ആക്രമണം ജനവാസ മേഖലയിൽ ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള ഒരു നടപടി അതിൽ സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. കാരണം നമുക്കറിയാം 2 ദിവസം മുമ്പാണ് പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ആ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും 3 ദിവസത്തോളം ഭീതി പരത്തി അത് തിരിച്ച് കാട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്നൊക്കെ സർവ്വസന്നാഹങ്ങളോടും കൂടി തന്നെയാണ് വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെയാണ് ചീയമ്പത്ത് ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു പോത്ത് ചാവുന്നത്. അപ്പോൾ തുടരെ കടുവയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിലൊരു ഇടപെടൽ വളരെ കുറവാണ് എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നു. അതിന് തൊട്ട് പുറമെ ഈ ചീയമ്പത്തിന്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഇതാ ഒരു ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി വരുന്നു. അപ്പോൾ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ ജനവാസ മേഖലയിൽ ഉണ്ടാകുമ്പോൾ 10 ലക്ഷം കൊടുത്ത് ഈ ഒരു പ്രശ്നം തീർക്കുക എന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ